ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ മലയാളിയുടെ കുടുംബത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു സുരേഷ് ഗോപി. കോട്ടയം കൊടുങ്ങൂർ സ്വദേശി ആൺ ടെസ ജോസഫിന്റെ കുടുംബാംഗങ്ങളെയാണ് സുരേഷ് ഗോപി വിളിച്ചത്. BJP വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിന്റെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത്. വിദേശകാര്യ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെന്നും എല്ലാ ഇന്ത്യക്കാരുടെയും മോചനം ഉടനുണ്ടാകുമെന്നും സുരേഷ് ഗോപി കുടുംബാംഗങ്ങളോട് പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും ഡോക്ടർ എസ് ജയശങ്കർ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കാലമായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഒന്നും സംഭവിക്കില്ല. ഇത് എനിക്ക് തോന്നുന്നില്ല ഈ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാർ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്നൊന്നും തോന്നുന്നില്ല. എപ്പോഴും ഇങ്ങനെയുള്ള ഉദ്യമങ്ങളിൽ അവരുടെ ഒരു രീതിയാണ്. നമുക്ക് പ്രാർത്ഥനയാണ് കേട്ടോ. അവൾ ഇന്നലെ വൈകിട്ടും എന്തോ ഉണ്ട് മോളെ അമ്മ വിളിച്ചു. ഇന്നലെ വൈകിട്ടും മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു ദോഷവും ഇല്ല. കാര്യം ഈ മിലിറ്ററി ഫോഴ്സ് അവൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അവളോട് ജോലിയൊന്നും ചെയ്യണ്ട, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, നിങ്ങൾക്കൊരു ദോഷവും വരില്ല എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ ഭയങ്കര ലാഘവത്തോടെ, അവൾ വളരെ സന്തോഷത്തോടെ. ഇല്ലില്ല, രാജ്യത്തിന്റെ അപകടകരമായ നീക്കമല്ലേ അവര് ഹോൾഡ് ചെയ്യും. മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ പ്രഷറിൽ നിർത്തും. അത് അവരുടെ തന്ത്രമാണ്. ദ്രോഹിക്കില്ല അവര്. അത് തന്നെയാണ് എന്റെ വിശ്വാസം. നല്ല പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നാൽ അത് എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ. അപ്പൊ അവള് പറയുന്ന അവക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഇവര് കൊടുക്കുന്നാ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അവക്കൊരു ഭയമോ ഒന്നുമില്ല. അവള് പറയുന്നത് ആരും വിഷമിക്കണ്ട, ഇവിടെ ഒരു കുഴപ്പമില്ല, ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു തരത്തിലൊരു നമുക്കൊരു ഹറാസ്മെൻറ്റോ അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഒന്നും മലയാളി യുവാവ് പറഞ്ഞത് തന്നെയാണ്. എന്നാണ് പറഞ്ഞത്. എല്ലാവരും സേഫ് ആയി തിരിച്ചെത്താം. ഞാൻ എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം കേട്ടോ. ഹലോ. സാർ, അറിയാം സാർ. ശരി സാർ. അതെ, അതറിയാം സാർ. കാര്യം അതെ. അല്ല, അങ്ങനെ പേടിയൊന്നുമില്ല സാർ. കാര്യം ശരി, താങ്ക് യു സാർ. സാറിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ സാർ. അപ്പം ഞങ്ങള് സത്യം പറഞ്ഞു അപ്പം ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വല്ലതും കഴിക്കുന്നത്. അവൾക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവക്ക് കുഴപ്പമില്ല. ഇവിടെ കിടന്ന് ഞങ്ങൾ നീറിപ്പകയാണ്. പക്ഷെ അവളെ വിളിച്ചപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മൾ ശാന്തമായിട്ടിരിക്കുക. നമ്മളിനി അസുഖങ്ങളൊന്നും. അപ്പൊ സാറ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ എത്തിക്കാം. ഞാൻ വലിയ മനമറിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ടതല്ല. അത് കഴിവുള്ള ആൾക്കാരവിടെ ഉണ്ട്. അതിനകത്ത് ധാരാളമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥിക്കാം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. നമസ്കാരം.